നമസ്കാരം. കുറച്ചു കാലം മുമ്പ് യുഎഇയും പാകിസ്ഥാനും തമ്മിൽ വിസയുടെ പേരിൽ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. പാകിസ്ഥാൻ പൗരന്മാർ യുഎഇക്ക് നിരന്തരം തലവേദന സൃഷ്ടിക്കുന്നു എന്നായിരുന്നു റിപ്പോർട്ടുകൾ. പാകിസ്ഥാനികൾ സ്ഥിരമായി യുഎഇയിൽ നിയമലംഘനങ്ങൾ നടത്താറുണ്ട്. നിയമലംഘനങ്ങൾ പതിവായതിന് പിന്നാലെ ഇവർക്ക് യുഎഇയിലേക്ക് വരാനും ജോലി തേടാനുമുള്ള നിബന്ധനകൾ യുഎഇ ഭരണകൂടം കടുപ്പിച്ചിരുന്നു. അതായത് പാകിസ്ഥാനിലെ പോലീസ് സ്റ്റേഷനുകളിൽ നിന്ന് സ്വഭാവ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ മാത്രമേ യുഎഇയിലേക്ക് പാകിസ്ഥാൻ പൗരന്മാർക്ക് പ്രവേശനം ഉണ്ടായിരുന്നുള്ളൂ എന്നായിരുന്നു യുഎഇ പറഞ്ഞിരുന്നത്. കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ പാക് പൗരന്മാർക്ക് തൊഴിൽ വിസയ്ക്കൊപ്പം സ്വഭാവ സർട്ടിഫിക്കറ്റും നിർബന്ധമാക്കിയിരുന്നു. പാകിസ്ഥാൻ പൗരന്മാർ രാജ്യത്തെത്തിയ ശേഷം വ്യാപകമായ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിലും ഭിക്ഷാടനത്തിലും ഏർപ്പെടുന്നതിനെ തുടർന്നായിരുന്നു യുഎഇ ഇത്തരം നടപടികളിലേക്ക് കടന്നിരുന്നത്. നേരത്തെ പാകിസ്ഥാനിലെ 30 നഗരങ്ങളിൽ നിന്നുള്ളവർക്ക് യുഎഇ പ്രവേശന വിലക്ക് ഉൾപ്പെടെ ഏർപ്പെടുത്തിയിരുന്നു. യുഎഇക്ക് പുറമെ സൗദി അറേബ്യയും പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. തീർത്ഥാടനത്തിന്റെ മറവിൽ സൗദി അറേബ്യയിലേക്ക് പാകിസ്ഥാൻ യാചകർ എത്തിയതാണ് സൗദിയെ പ്രകോപിപ്പിച്ചത്. ഉംറ, ഹജ്ജ് തീർത്ഥാടന കേന്ദ്രങ്ങളുടെ മറവിലാണ് പാകിസ്ഥാനിൽ നിന്നും യാചകർ സൗദിയിലേക്ക് എത്തിയിരുന്നത്. ഉംറ വിസയിൽ എത്തുന്ന പാകിസ്ഥാൻ യാചകർ പിന്നീട് അധികൃതരുടെ കണ്ണ് വെട്ടിച്ച് ഭിക്ഷാടനം നടത്തി വരികയായിരുന്നു. എന്നാൽ ഇപ്പോൾ യുഎഇയുടെ കാര്യത്തിൽ വിസയിൽ കോൾ അടിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ എന്ന് വേണം പറയാൻ. പാകിസ്ഥാൻ പൗരന്മാർക്ക് യുഎഇയിൽ നിന്നൊരു സന്തോഷ വാർത്തയുണ്ട്. അതായത് പാകിസ്ഥാനിൽ നിന്നുള്ളവർക്ക് 5 വർഷത്തെ മൾട്ടിപ്പിൾ എൻട്രി ടൂറിസ്റ്റ് വിസ യുഎഇ നൽകുമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. ഈ വിസ ഉപയോഗിച്ച് ഇഷ്യൂ ചെയ്യുന്ന തീയതി മുതൽ യുഎഇയിലേക്ക് യാത്രകൾ ചെയ്യാൻ സാധിക്കുമെന്നാണ് വിവരം. അതിനായി യുഎഇയിലെ ഒരു ഗ്യാരണ്ടറുടെ ആവശ്യം വേണ്ടി വരില്ല. എല്ലാ വിസ പ്രശ്നങ്ങളും പരിഹരിച്ചുവെന്നും ഇനി മുതൽ പാക് പൗരന്മാർക്ക് 5 വർഷ വിസ ലഭിക്കുമെന്നുമാണ് പറയുന്നത്. കുറ്റകൃത്യങ്ങളിലും ഭിക്ഷാടനം പോലുള്ള നിയമവിരുദ്ധ പശ്ചാത്തലത്തിലും യുഎഇയിൽ എത്തുന്ന പാകിസ്ഥാനികളെ അധികൃതർ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയായിരുന്നു. യുഎഇയിൽ എത്തുന്ന എല്ലാ പാകിസ്ഥാൻ യാത്രക്കാരെയും പോലീസ് പരിശോധിച്ച് സ്ഥിരീകരിക്കണമെന്ന് സെനറ്റ് പാനലിന് അധികൃതർ നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. ഇക്കാര്യത്തിൽ ട്രാവൽ ഏജന്റുമാർക്കും നിർദ്ദേശമുണ്ടായിരുന്നു. യുഎഇയിൽ എത്തുന്ന പാക് പൗരന്മാരുടെ തൊഴിൽ വിസയിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തില്ലെന്ന് അധികൃതർ കഴിഞ്ഞ ജനുവരിയിൽ വ്യക്തമാക്കിയിരുന്നു. ഗൾഫ് രാജ്യങ്ങളിൽ എത്തുന്ന പാകിസ്ഥാനികളുടെ പെരുമാറ്റത്തിൽ പല പരാതികളും ഇതിനു മുമ്പും ഉയർന്നിരുന്നു. ഖത്തർ, കുവൈറ്റ് അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങൾ നേരത്തെ തന്നെ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. പാകിസ്ഥാനികളുടെ തൊഴിലിനോടുള്ള ആത്മാർത്ഥത കുറവ്, ജോലിയോടുള്ള മനോഭാവം, ക്രിമിനൽ പ്രവർത്തനങ്ങൾ എന്നിവയാണ് പ്രധാന പ്രശ്നങ്ങളായി നേരത്തെ ചൂണ്ടിക്കാട്ടിയിരുന്നത്. GCC രാജ്യങ്ങളിൽ 50% കുറ്റകൃത്യങ്ങളിലും പാകിസ്ഥാനികൾ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നുവെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ വന്നിരുന്നു. സ്ത്രീകളുടെ വീഡിയോകൾ നിർമ്മിക്കുന്നതുൾപ്പെടെയുള്ള അനുചിതമായ പ്രവൃത്തിയാണ് പാകിസ്ഥാനികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നതെന്നായിരുന്നു പറഞ്ഞിരുന്നത്. പാകിസ്ഥാനിൽ നിന്നുള്ള നഴ്സുമാർ ജോലിയുമായി ബന്ധപ്പെട്ട ചില ചുമതലകൾ നിർവഹിക്കാൻ വിസമ്മതിക്കുന്നതായി കുവൈറ്റ് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. കൂടാതെ അവർ പ്രാദേശിക ഭാഷ പഠിക്കാൻ തയ്യാറല്ലെന്നും രാജ്യത്തെത്തി 6 മാസം ജോലി ചെയ്ത ശേഷം യൂറോപ്പിലേക്ക് പോകാൻ ഇവർ ആഗ്രഹിക്കുന്നുവെന്നും സൂചിപ്പിച്ചിരുന്നു. ഇതിനു പുറമെ പാകിസ്ഥാൻ തൊഴിലാളികൾ ജോലിക്കിടെ സുരക്ഷാ ഹെൽമറ്റ് ധരിക്കാൻ വിസമ്മതിക്കുന്നുണ്ടെന്നാണ് ഖത്തറിൽ നിന്നുള്ള റിപ്പോർട്ടുകളിൽ പറയുന്നത്. എന്തായാലും യുഎഇ തൽക്കാലം പാകിസ്ഥാനോട് കനിവ് കാണിച്ചിട്ടുണ്ട്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ന്യൂസ് ഡെസ്ക്, ഈനാട് മലയാളം.